ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CPTയിലെ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എക്സാമ്പിൾസ് ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാതെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, a new patient was seen in a physician's office for abdominal pain. The physician performed a detailed history and detailed examination. Medical decision making is of moderate complexity. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കുക. അത് നമ്മൾ പ്ലേസ് ഓഫ് സർവീസ് എവിടെ വെച്ചിട്ടാണ് ഫിസീഷ്യൻ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ഫിസീഷ്യൻസ് ഓഫീസ്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്പ് ഓഫ് പേഷ്യൻറ്റ്. ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ന്യൂ പേഷ്യൻ്റ് എന്നുള്ളത്. ദെൻ അടുത്തത് നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫിസിഷ്യൻ പെർഫോം എ ഡീറ്റെയിൽ ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി എന്താണ്? ഡീറ്റെയിൽഡ് ആണ്. അതുപോലെ തന്നെ എക്സാം എന്ന് പറയുന്നതും ഡീറ്റെയിൽഡ് ആണ്. ആൻഡ് MDM ദാറ്റ് ഈസ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ കോഡ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റ് സർവീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ പേഷ്യൻറ്റിന് താഴെ നിന്ന് വേണം നമ്മൾ കോഡ് നോക്കാനായിട്ട്. കോഡ് നോക്കുമ്പോൾ നമുക്ക് 3 കീ കമ്പോണൻസ് ഉണ്ടല്ലോ. ദാറ്റ് ഈസ് detailed history, detailed examination and moderate MDM. detailed history and detailed examination നോക്കുക. അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാ? 203. ആദ്യം നമ്മൾ 3 നോക്കുമ്പോൾ 3 ഉണ്ടാവില്ല. കാരണം ഡീറ്റെയിൽ ഹിസ്റ്ററിയും ഡീറ്റെയിൽ എക്സാമിനേഷനും 203 എന്ന് പറയുന്ന കോഡിൻ്റെ ഇടയിൽ, ദാറ്റ് ഈസ് 99203 അടിയിലാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷേ മോഡറേറ്റ് MDM ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് 99204. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഏതോ എടുക്കണം? മെജോറിറ്റി ഉള്ളത് എടുക്കുക. ദാറ്റ് ഈസ് ഡീറ്റെയിൽ ഹിസ്റ്ററിയും ഡീറ്റെയിൽ എക്സാമിനേഷനും എവിടെയാണ് കൂടുതൽ? രണ്ടും ഉള്ളത് 99203 വേറെ ഇൻ 99204 ആകെ മോഡറേറ്റ് MDM മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഫിക്സ് ചെയ്യുക? 99203 ഫിക്സ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് കോഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 99203. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Hospital care subsequent day. The problem focused interval history, moderate complexity of medical decision making and problem focused exam. ഇതിൻ്റെ അകത്ത് പറയുന്നത് സബ്സീക്വൻറ്റ് ഡേ ആണ്. സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ കെയർ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയി നോക്കണം? സബ്സീക്വൻറ്റ് ഹോസ്പിറ്റൽ കെയറിൻ്റെ താഴെ പോയി നോക്കുക. അതിൻ്റെ അകത്ത് ഈ 3 കീ കമ്പോണൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഏതൊക്കെ? പ്രോബ്ലം ഫോക്കസ്ഡ് ഇൻ്റർവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ പ്രോബ്ലം ഫോക്കസ്ഡ് എക്സാമിനേഷൻ ആൻഡ് MDM ഓഫ് ലോ കോംപ്ലക്സിറ്റി. അപ്പോൾ ഇത് 3 വരുന്നത് എവിടെയാണ്? 99231. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 99231. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, a physician is requested to stand by during a high-risk delivery of newborn. The physician was on standby for 45 minutes. Which code would be billed for this standby service? അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊലോങ്ഡ് സർവീസാണ് പറഞ്ഞേക്കുന്നത്. പ്രൊലോങ്ഡ് സർവീസിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് ഏതൊക്കെയാണ്? സ്റ്റാൻഡ് ഡയറക്റ്റ് വിത്ത് പേഷ്യൻ്റ് ആണോ, അല്ലാതെ വിത്തൗട്ട് പേഷ്യൻ്റ് ആണോ, ഇത് ഡയറക്റ്റ് അല്ലാത്തത് ആണോ എന്ന് നോക്കും. പിന്നെ അതുപോലെ തന്നെ ടൈമാണ് നമ്മൾ മെയിൻലി നോക്കുന്നത് അല്ലേ? പ്രൊലോങ്ഡ് സർവീസസിൽ മെയിൻലി നമ്മൾ അതാണ് നോക്കുന്നത്. അപ്പോൾ പ്രൊലോങ്ഡ് സർവീസസ് ആണിത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഹൈ റിസ്ക് ഡെലിവറി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നത് മീൻസ് മെയിൻലി ഓർത്ത് വെക്കുന്നത് 99360 എന്ന് പറയുന്ന കോഡാണ്. അത് ഒരു സ്റ്റാൻഡ് ബൈ സർവീസ് കോഡാണ്. ആ കോഡ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വയറിംഗ് പ്രൊലോങ്ഡ് അറ്റൻഡൻസ് ഈച്ച് 30 minutes. ദാറ്റ് ഈസ് എക്സാമ്പിൾ പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്പറേറ്റീവ് സ്റ്റാൻഡ് ബൈ ഫോർ ഫ്രോസൺ സെക്ഷൻ, for cesarean or high risk delivery, for monitoring EEG.
അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഈ കോഡാണ് 99360, അതായത് പ്രൊലോങ്ഡ് സർവീസ് സ്റ്റാൻഡ് ബൈ സർവീസിന് ഈ കോഡാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കുറച്ച് highlights ഉണ്ട്. ലൈക്ക് ഫോർ ഹോസ്പിറ്റൽ മാൻഡേറ്റഡ് ഓൺ കോൾ സർവീസ് C9902699027. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് താഴെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കോഡ് എടുക്കുന്ന സമയത്ത് മെയിൻലി താഴെ നോക്കുക. ഇങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വളരെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മളൊരു കോഡ് പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 99360 ആണ്. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ട് വായിച്ച് ചില എക്സാമ്പിൾസ് ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ സ്ട്രെസ് ചെയ്ത് നമ്മൾ ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് 45 മിനിറ്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് ഫസ്റ്റ് കോഡിന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. അത് 30 മിനിറ്റ്സ്, അടുത്ത 30 മിനിറ്റ്സ് വരുമ്പോഴാണ് മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, 45 മിനിറ്റ്സ് ആണ്, അടുത്ത 30 മിനിറ്റ്സ് ആയിട്ടില്ല, ലൈക്ക് 60 ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, 99360 × 2 എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് പറ്റില്ല, കാരണം 45 ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിൽ 99360 മാത്രം നമ്മൾ കോഡ് ചെയ്യുക. ഇനി പിന്നെ ആഡ് ഓൺ കോഡ് ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, അതിൻ്റെ കൂടെ ആഡ് ഓൺ കോഡ് ആസ് പെർ ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇനി ആഡ് ഓൺ കോഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ × 2 വെച്ചിട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസ് അറൈവ്സ് അറ്റ് ER വിത്ത് മൾട്ടിപ്പിൾ ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറീസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ കാർ ക്രാഷ്. ദ പേഷ്യൻറ്റ് ഗോസ് ഇൻ കാർഡിയാക് അറസ്റ്റ് to 10 minutes after arrival. He spends 1 hour and 30 minutes in critical care to stabilize the patient. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് CCU കെയർ ആണ്, അതായത് ക്രിട്ടിക്കൽ കെയർ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ കെയർ EM ആണ് പറയുന്നത്. പേഷ്യൻസ് അറൈവ്സ് അറ്റ് ER CCU. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ER ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇതാണ് പറയുന്നത്. ഇതും ഒരു ടൈം ബേസ്ഡ് കോഡ്സ് ആണ്. ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 hour 30 minutes ആണ്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ കെയർ EM നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് 99291 എന്ന് പറയുന്ന കോഡാണ്. അത് ക്രിട്ടിക്കൽ കെയർ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കലി ഇൽ ഓർ ക്രിട്ടിക്കലി ഇഞ്ചേർഡ് പേഷ്യൻറ്റ് ഫസ്റ്റ് 30 to 74 minutes ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്ന മിനിറ്റ് 1 hour 30 minutes ആണ്. 1 hour മീൻസ് 60 minutes പ്ലസ് എത്ര വരും, 30 minutes കൂടി വരും അല്ലേ. അപ്പോൾ അതെത്ര വരും, 1 hour 30 minutes എന്ന് പറയുന്നത് 90 minutes ആണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് 99291 30 to 74 minutes ആണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് മിനിറ്റ്സും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ കോഡിന് മേലെയായിട്ട് ഒരു ടേബിൾ കാണാം. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ക്രിട്ടിക്കൽ കെയർ കോഡ്സിൻ്റെ ഒരു കോഡ് മീൻസ് ഒരു ടേബിൾ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയേ, ഫസ്റ്റ് 1 less than 30 minutes ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്, EM കോഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി 30 to 74 minutes ആണെങ്കിൽ 99291 നമ്മൾ അസൈൻ ചെയ്യുക. ഇനിയിപ്പോൾ 75 to 104 minutes ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര മിനിറ്റ്സ് ഉണ്ട്, 1 hour 30 minutes, ദാറ്റ് ഈസ് 60 + 30 ദാറ്റ് ഈസ് 90 minutes ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അത് ഏത് റേഞ്ചിൽ വരും, 75 to 104 minutes വരും. അപ്പോൾ നമുക്ക് എങ്ങനെ കോഡ് അസൈൻ ചെയ്യേണ്ടത്, 99291 99292 ഇൻറ്റു 1 മീൻസസ് 99291 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കോഡ് അസൈൻ ചെയ്യണം, 99291, 99292 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 99291, 99292. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഡയറക്റ്റായിട്ട് ഒരു കീ കമ്പോണൻസും തന്നിട്ടില്ല, നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസൊക്കെ കാണുള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ മാത്രം പഠിക്കുക, അല്ലാതെ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ലപോലെ പഠിക്കണം. അപ്പോൾ ബിക്കോസ് നമുക്കറിയാം ഇതിൻ്റെ ഓരോ സ്കോറും നമുക്ക് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ പാസ്സാവുന്നതിൻ്റെ ഇത് കുറവായിരിക്കും, മീൻസ് പാസ്സാവുന്ന ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പഠിച്ച് മാക്സിമം സ്കോർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
27-year-old female seen for follow-up office visit for depression and anxiety. During her visit, the doctor noticed that difficulty at work, but coping has been good. Minimal saturation sadness and anxiety when stressed as before. While his exam, 6 elements and rate of tone of his speech is normal. Then doctor dictated depression and anxiety are stable and renew SSRI at same dose and asked her to return within 3 months. അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫീസിലാണ്, പ്ലേസ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടറിൻ്റെ ഓഫീസിലാണ്. ആൻഡ് ഓൾസോ പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് പേഷ്യൻ്റ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണെന്ന്. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയി നോക്കേണ്ടത് ഓഫീസിലാണ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിലാണ് പോയി നോക്കേണ്ടത്. ഇനി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. എങ്ങനെ വേണം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം ഹിസ്റ്ററി എങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന്. ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നതിന് നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ആണുള്ളത്. ചീഫ് കംപ്ലയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് HPA ഉണ്ട്, PFSH ഉണ്ട്, ROS ഉണ്ട് അല്ലേ. ചീഫ് കംപ്ലയിൻറ്റ് എന്തായാലും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആങ്സൈറ്റി ആണ് വന്ന വഴി പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്ററി ഓഫ് പേഴ്സണൽ ഇൽനെസ്സും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിഫിക്കൽറ്റി ഉണ്ട് വർക്ക് ചെയ്യാൻ, കോപ്പിയൊക്കെ ഗുഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഹിസ്റ്ററി ബ്രീഫായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ROS, അതായത് നമ്മുടെ റിവ്യൂ ഓഫ് സിസ്റ്റം ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. അതായത് പ്രോബ്ലം പെർട്ടിനൻ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രോബ്ലം പെർട്ടിനൻ്റ് ആണെന്ന്? സൈക്കാട്രിക് സിസ്റ്റത്തിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പുള്ളി ഓൾറെഡി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്കുള്ളത് PFSH ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. നേരത്തെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പ്രോബ്ലം പെർട്ടിനൻ്റ് ആണ്. ഇപ്പോൾ മീൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? HPA തന്നിട്ടുണ്ട്, ഒരു ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് HPA പറഞ്ഞത് മനസ്സിലായല്ലോ, ലൈക്ക് മിനിമലാണ്, സിറ്റുവേഷണൽ സ്ട്രെസ്, ആങ്സൈറ്റി വെൻ സ്ട്രെസ്ഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിക്റ്റേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് നമ്മുടെ HPA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബ്രീഫായിട്ട് HPA തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം നടന്നിട്ടുണ്ട്. അത് പ്രോബ്ലം പെർട്ടിനൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ദെൻ നമുക്കറിയാം CCA തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായിട്ട് എടുക്കണം? നമുക്ക് എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം നോക്കണം. ഹിസ്റ്ററി നമുക്ക് എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എക്സാം ലെവൽ ചെക്ക് ചെയ്യുക. എക്സാം ലെവൽ ചെക്ക് ചെയ്യുന്നതിനും ഇതുപോലെ തന്നെ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സാമിൻ്റെ അകത്ത് 6 എലമെൻസും അതുപോലെ തന്നെ സ്പീച്ചും ഒക്കെ ഭയങ്കര നോർമലാണ്. അപ്പോൾ 5 to 7 വരുന്നത് ഇതിൻ്റെ അകത്താണ്? നമ്മുടെ പ്രോബ്ലം ഫോക്കസ്ഡ്, എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡിലാണ് വരുന്നത്. അപ്പം നമ്മൾ എക്സാം ഏതെടുക്കണം? എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് എന്ന് എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് MDM ഡിസൈഡ് ചെയ്യണം. MDM ഡിസൈഡ് ചെയ്യേണ്ടതിൻ്റെ അകത്ത് 2 എണ്ണമാണ് പറയുന്നത് അല്ലേ. MDM എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ബിക്കോസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ആങ്സൈറ്റി സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല, നോർമൽ ലിമിറ്റിലാണ് നിൽക്കുന്നത്. എൻ്റെ സെയിം ഡോസാണ് പറഞ്ഞേക്കുന്നത്. റിസ്ക് ഒക്കെ കുറവാണ്, അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ ഏതെടുക്കണം? MDM എന്ന് പറയുന്നത് ലോ ആയിട്ടുള്ളത് എടുക്കണം. ഓക്കെ, MDM ഈസ് ലോ കോംപ്ലക്സിറ്റി, കാരണം റിസ്ക് ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റിയും ഡയഗ്നോസിസും ഒക്കെ എന്താണ്? ലിമിറ്റഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യെടുക്കുക? നമ്മുടെ MDM ലോ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹിസ്റ്ററി കണ്ടുപിടിച്ചു, എക്സാം കണ്ടുപിടിച്ചു, MDM കണ്ടുപിടിച്ചു. ഇത് ഡിക്റ്റേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. ഇത് മെഡിക്കലി സൗണ്ട് ആയുള്ളവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, അല്ലാത്തവരൊക്കെ ഇച്ചിരി മീൻസ് അല്ലാതെ സാധാരണ പോലെയുള്ളവർക്കൊക്കെ മീൻസ് കുറച്ച് സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണം നമ്മളിത് ഒഴിവാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ എടുത്തു? എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് ഹിസ്റ്ററി ആണെന്നെടുത്തു, അതുപോലെ എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ് എക്സാം എന്നെടുത്തു, MDM ലോ ആണെന്നും കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് 3 കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയണം? ഓഫീസിലാണ് കണ്ടത്,
ഡോക്ടറെ കണ്ടത്, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റാണ്. അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 99213 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ എക്സാമ്പിൾസ് നമ്മുടെ ഈ ആൻഡമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.